പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാനെതിരെ വെടിനിർത്തൽ കരാർ ലംഘിച്ച വ്യോമാക്രമണം നടത്തി യുഎസ്. ട്രംപിന്റെ ഇറക്കുമതി നികുതി പരിഷ്കാരങ്ങൾക്ക് കടിഞ്ഞാണിട്ട് യുഎസ് വ്യാപാര കോടതി. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീഷണി. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാനിയൻ ഓയിൽ ടാങ്കറുകൾക്ക് നേരെയും ദക്ഷിണ ഇറാനിലെ ജനവാസ മേഖലകളിലും യുഎസ് വ്യോമാക്രമണം നടത്തി. ഈ നീക്കത്തെ ലവ് ടാപ്പ് എന്നാണ് പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇതിനു മറുപടിയായി യുഎസ് നാവികസേനയ്ക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ പ്രത്യാക്രമണം നടത്തി. യുഎഇക്ക് നേരെ വീണ്ടും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. യുഎഇയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിയൻ മിസൈലുകളെയും ഡ്രോണുകളെയും വിജയകരമായി തടഞ്ഞുവെന്ന് യുഎഇ അവകാശപ്പെട്ടു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ പുതിയ നിയന്ത്രണങ്ങളും നികുതിയും ഏർപ്പെടുത്തി. കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് പ്രത്യേകാനുമതി നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതിനായി ഇറാൻ പുതിയ സർക്കാർ ഏജൻസി രൂപീകരിച്ചു. ഇത് ആഗോള എണ്ണ വ്യാപാരത്തെയും ചരക്ക് നീക്കത്തെയും സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. യുഎസ് പ്രസിഡന്റ് ഏർപ്പെടുത്തിയ 10% അധിക ഇറക്കുമതി നികുതി യുഎസ് വ്യാപാര കോടതി റദ്ദാക്കിയത് ട്രംപിന് തിരിച്ചടിയായി. 1974 ട്രേഡ് ആക്ട് തെറ്റായി വ്യാഖ്യാനിച്ചാണ് നികുതി ചുമത്തിയതെന്ന് കോടതി കണ്ടെത്തി. പരാതി നൽകിയ കമ്പനികളിൽ നിന്ന് ഈടാക്കിയ നികുതി 5 ദിവസത്തിനുള്ളിൽ തിരികെ നൽകുവാൻ കോടതി ഉത്തരവിട്ടു. തെക്കൻ ലെബനനിലെ നബാത്തിയ ജില്ലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളടക്കം 11 പേർ കൊല്ലപ്പെട്ടു. ദുവൈർ, ഹറൂഫ്, ഹബൂഷ് എന്നീ പട്ടണങ്ങളെയാണ് ആക്രമണം ബാധിച്ചത്. വെടിനിർത്തൽ നിലവിലുണ്ടെന്ന് യുഎസ് അവകാശപ്പെടുമ്പോഴും നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളും മിസൈൽ ആക്രമണങ്ങളും തുടരുന്നത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ ഭീഷണിയായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.